ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് കോട്ടയത്ത് വെച്ച് തന്നെ നടത്താൻ ഇടയായത് നിങ്ങളുടെ MLA കൂടിയായ ആഭ്യന്തരമന്ത്രിക്കും ഈ ജില്ലക്കാരായ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമുണ്ട്. അതിന് കോട്ടയം തിരഞ്ഞെടുത്ത റവന്യൂ മന്ത്രിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതൊരു നല്ല തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളോടുകൂടി ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും പലത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം കുറയത്തില്ല. ആ പ്രാധാന്യം അത് എന്നും ഉണ്ടാകും. അപ്പൊ ആ പ്രാധാന്യവും ഉത്തരവാദിത്വവും കടമകളുമൊക്കെ ഓർമ്മിപ്പിക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരവസരം ഗവൺമെന്റിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളുമൊക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ദിവസമായിട്ട് ഇത് ഭാവിയിൽ പ്രയോജനപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ദിനത്തോടനുബന്ധിച്ച് സമർത്ഥരായ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ അംഗീകരിക്കാൻ, അത് മറ്റുള്ളവർക്കൂടെ പ്രോത്സാഹനമാകത്തക്ക വിധത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിധത്തിൽ ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ, സർവേ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ഇവിടെ പ്രത്യേകമായിട്ട് ആദരിക്കുന്ന ചടങ്ങുണ്ട്. അതും ഒരു നല്ല തുടക്കം തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും, റവന്യൂ ദിനത്തിനും ഇതുപോലൊരു പ്രത്യേക അംഗീകാരം നൽകുന്ന അതിന് മുൻകൈ എടുത്ത റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശിനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്.